നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി പുനലൂരിൽ പ്രവർത്തിച്ചു വന്ന ശങ്കേഴ്സ് കണ്ണാശുപത്രിയുടെ 4ാമത് ബ്രാഞ്ച് 30-ാം തീയതി കുളത്തൂപ്പുഴയിൽ തുടക്കം കുറിക്കുന്നു. ഉദ്ഘാടന ദിവസം സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് അടക്കമുള്ള സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ ഷേർലി ശങ്കർ, HR മാനേജർ പ്രിൻസി എ, PRO സുന്ദരേശൻ എന്നിവർ അറിയിച്ചു. സുഹൃത്തുക്കളെ, ഞാൻ ഡോക്ടർ ഷേർലി ശങ്കർ, ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ. ഞാനും എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ ശങ്കറും കൂടി 1985 എൻ്റെ അന്തരിച്ച പിതാവ് കല്ലുംപുറത്ത് കുമാരൻ സാറും ചേർന്ന് പുനലൂരിൽ ശങ്കേഴ്സ് കണ്ണാശുപത്രി തുടങ്ങി. വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ സ്ഥാപനം ഇന്ന് 40 വർഷം പിന്നിടുമ്പോൾ വലിയ ഒരു കൊല്ലം ജില്ലയിലെ തന്നെ 1ാം നിരയിലുള്ള ഒരു കണ്ണാശുപത്രിയായി തീരുകയും അതിനോടൊപ്പം കടയ്ക്കലും ആയൂരും 2 ബ്രാഞ്ചുകൾ തുടങ്ങുകയും ചെയ്തു. ഇത് ഞങ്ങൾക്ക് സാധിച്ചത് അത്യന്താധുനിക സൗകര്യങ്ങളോട് കൂടിയ കണ്ണാശുപത്രിയുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും വിദഗ്ധ ഡോക്ടർമാരും അതുപോലെ അത്യന്താധുനികമായ സൗകര്യങ്ങളോടും കൂടി ഒരാശുപത്രിയായി തീരുവാനും ഇങ്ങനെ ബ്രാഞ്ചുകളും ഒക്കെ ആയിട്ട് വലുതാകാൻ കാരണം ഈശ്വരാധീനത്തോടൊപ്പം സുമനസ്സുകളുടെ സഹകരണം, ഞങ്ങളുടെ ആത്മാർത്ഥതയോടുകൂടി ഞങ്ങളുടെ നട്ടെല്ലായി നിൽക്കുന്ന ഞങ്ങളുടെ സ്റ്റാഫുകൾ ഒക്കെ ചേർന്ന് അങ്ങനെയാണ് ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെയുള്ള മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരുടെയും സഹകരണത്തോടെയാണ് ഞങ്ങൾക്കിതെല്ലാം സാധിച്ചത്. അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ കൂടിയിരിക്കുവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 4ാമത്തെ ബ്രാഞ്ച് കുളത്തൂപ്പുഴയിലെ അയ്യപ്പൻ്റെ മണ്ണിലെ 4ാമത്തെ ബ്രാഞ്ച് ബുധനാഴ്ച തുടങ്ങുകയാണ്. 10,000-കണക്കിന് ആൾക്കാർക്ക് തിമിര ശസ്ത്രക്രിയയിലൂടെ കാഴ്ച നൽകാൻ കഴിഞ്ഞു എന്നത് അതാണ് ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു കാര്യം. ഡോക്ടർ ശങ്കർ ബാംഗ്ലൂർ നിന്ന് വന്ന് ഡോക്ടർ ഷെർലി ഇവർ 2 പേരുടെ പുനലൂരിൽ തുടങ്ങിയ ഈ സ്ഥാപനം എല്ലാവരും ഒരു ടൗണ് അല്ലെങ്കിൽ ഒരു സിറ്റിയൊക്കെ തിരക്കി പോകുന്ന സ്ഥലത്ത് ഈ ഗ്രാമങ്ങളിൽ കടയ്ക്കലും ആയൂര് കുളത്തൂപ്പുഴ എന്നുള്ള സ്ഥലങ്ങളിൽ ഈ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിൻ്റെ കാരണം തന്നെ ഇത്രയും അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടി കണ്ണാശുപത്രി തുടങ്ങി പാവപ്പെട്ടവരെ തന്നെയാണ് മുൻനിർത്തി നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഏറ്റവും അത്യാധുനിക സജ്ജീകരണങ്ങൾ കൊടുക്കുകയും എങ്കിലും സാധാരണപ്പെട്ട ആൾക്കാർക്ക് വരെയും കാഴ്ച നൽകണം എന്ന ഒരു പ്രധാന ഉദ്ദേശം തന്നെയാണിത്. ഇത് കാലങ്ങളായി നമ്മൾ ഇങ്ങനെ ചെയ്തു വരികയും ആദ്യകാലത്ത് തന്നെ ഇൻഷുറൻസ് വന്നത് 2008 RSBY എന്ന പേരിൽ. ഫസ്റ്റ് കളക്ടറുടെ ഓഫീസിലെ മീറ്റിങ്ങിൽ പങ്കെടുത്തത് നമ്മുടെ ഹോസ്പിറ്റലിൽ ആദ്യമായി തന്നെ പോയിരുന്നു. അന്ന് മുതൽ നമ്മൾ ഈ പാവപ്പെട്ടവർക്കായിട്ടുള്ള ചികിത്സാ കാർഡ് ഉപയോഗിച്ചും ആദ്യകാലത്ത് ഡിസ്ട്രിക്ട് ബ്ലൈൻഡ്നസ് കൺട്രോളിൻ്റെ പേരിൽ സൗജന്യമായിട്ടായിരുന്നു അന്ന് നമ്മൾ തിമിര ശസ്ത്രക്രിയ ചെയ്തിരുന്നത്. ഇന്നും നമ്മൾ ഈ ക്യാമ്പുകൾ നടത്തുന്നത് DMOയുടെ സാങ്ഷൻ വാങ്ങിച്ചിട്ട് തന്നെ ചെയ്യും. നമ്മളൊരു NGO ആണ്. DMOയുടെ സാങ്ഷനോടുകൂടി നടത്തുന്ന ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഞങ്ങളതിൻ്റെ ഒരു NGO ആണ്. ആ നിലയിൽ ഇന്ന് വരെയും ഈ പ്രവർത്തനം കാഴ്ചവെച്ചത് കൊണ്ടാണ് ദൈവാനുഗ്രഹവും ഈ കാഴ്ച കിട്ടിയവരുടെ ഒരു മനസ്സും പ്രാർത്ഥനയാണ് ഇതിനെ 4ാമത്തെ ഒരു ബ്രാഞ്ചിലേക്ക് എത്തിച്ചതെന്ന് തന്നെ ഞങ്ങൾ പറയുന്നു. ആ ഒരു മനസ്സ് ഡോക്ടർ ശങ്കറിനും ഡോക്ടർ ഷെർലിക്കും ഉള്ളത് തന്നെയാണ്, ദൈവീകം എന്നുള്ളത്. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ അത്യാധുനിക സജ്ജീകരണങ്ങളാണ് ഈ ഹോസ്പിറ്റലിൽ നമ്മൾ സംവിധാനം ചെയ്തിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ മറ്റു ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് തിമിര ശസ്ത്രക്രിയാ രംഗത്ത് ഫാക്കോ സർജറി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൽക്കോൺ ഫാക്കോ ഗോൾഡ് സെഞ്ചൂറിയൻ എന്ന് പറയുന്ന മെഷീൻ ഉപയോഗിച്ച് ഡോക്ടർ ചന്ദ്രമൗലിയാണ് ഫാക്കോ സർജറി ചെയ്യുന്നത്. അത് തിമിര ശസ്ത്രക്രിയയിൽ ക്യാമ്പിൽ വരുന്ന ആൾക്കാരാണെങ്കിലും നമുക്കിപ്പോൾ ഉള്ള പ്രധാനമന്ത്രിയുടെ PMJY എന്ന് പറയുന്ന കാർഡ് ഉപയോഗിച്ച് ചെയ്യുന്ന ആ ശസ്ത്രക്രിയയും പിന്നെ ECHS, അതായത് നമ്മളന്ന് ആദ്യം തന്നെ പറയുന്നു റിട്ടയർഡ് ആയിട്ടുള്ള ECHS, മിലിറ്ററി കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം എന്ന് പറയും. വിമുക്ത ഭടന്മാർക്ക്, നമ്മളെ കണ്ണുമയ്ക്കാതെ കാത്തിരിക്കുന്ന, നമ്മളെല്ലാം ഉറങ്ങുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന വിമുക്ത ഭടന്മാർക്ക് വേണ്ടി ഞങ്ങൾ ചെയ്ത ഒരു
കോൺട്രിബ്യൂഷനാണത്. അതും നമ്മൾ നൽകി വരുന്നുണ്ട്. അതുപോലെ BSNL എംപ്ലോയീസിനായിട്ടുള്ളതും അതുകൂടാതെ തന്നെ നമ്മൾ പറയുന്നത് സ്റ്റാർ ഹെൽത്ത്, MD ഇന്ത്യ പോലത്തെ 30-ൽ പരം ഇൻഷുറൻസുകളുടെ സേവനം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. അപ്പം ഏറ്റവും സംവിധാനം എന്ന് പറയുമ്പോൾ ഒരു കണ്ണ് നമ്മൾ പറയുമായിരുന്നു, കണ്ണെന്ന് പറയുമ്പോൾ ചെറുതാണല്ലോ, അതിനകത്ത് എന്താണ് ഇത്രമാത്രം ഉള്ളതെന്ന് ചോദിക്കും. പണ്ട് കാലത്ത് നമുക്കൊരു കണ്ണിന് ചുവപ്പോ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നു. പിന്നെ 50 കഴിയുമ്പോൾ ഒരു തിമിരക ശസ്ത്രക്രിയ മാത്രം മതി. ഇപ്പോൾ അങ്ങനെയല്ല, ജീവിതം മാറി, ജീവിതശൈലി മാറി, ജീവിത രോഗങ്ങളെത്തി. കണ്ണിൽ പ്രഷർ, ഗ്ലോക്കോമ എന്നറിയുന്നു. കണ്ണിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി, പ്രമേഹം മൂലം കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. അപ്പോൾ നമ്മൾ ഷുഗർ വന്നാൽ മറ്റവയവങ്ങളെ ബാധിക്കും പോലെ കണ്ണിന് ഡയബറ്റിക് റെറ്റിനോപ്പതി വരുമ്പോൾ അതിൻ്റെ സ്കാനിങ് എടുക്കുന്നുള്ള OCT പോലുള്ള മെഷീനുകൾ നമുക്ക് എന്തുമാത്രം കണ്ണിൻ്റെ ഞരമ്പുകളെ ഇത് ബാധിച്ചിട്ടുണ്ട് എന്നറിയുന്നതിന് വേണ്ടിയുള്ളതാണിത്. അതിന് തന്നെ നമുക്ക് ഡോക്ടർ തോമസ് ചാക്കോ എന്ന് പറഞ്ഞൊരു ഡോക്ടർ അരവിന്ദ് ഐ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് നമുക്ക് ആ ഒരു ചികിത്സയ്ക്കായിട്ട് നമുക്ക് 2 ആഴ്ചയിലൊരിക്കൽ ആ ഡോക്ടർ വന്ന് ചികിത്സ നടത്തുന്നുണ്ട്. റെറ്റിനോ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ട്. ഗ്ലോക്കോമ ഡിപ്പാർട്ട്മെൻറ്റ്, കണ്ണിൽ ശരീരത്തിലെ പ്രഷറിൽ കണ്ണിൻ്റെ ഇൻട്രാ ഓക്കുലർ പ്രഷർ കൂടുന്നത് മൂലം കണ്ണിനുണ്ടാകുന്ന പ്രഷറിനെയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ വർഷവും ഗ്ലോക്കോമയ്ക്ക് നമ്മൾ ഒരുപാട് അവയർനെസ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഭാരിച്ച ചിലവുകളാണെങ്കിൽ പോലും നമ്മുടെ ഹോസ്പിറ്റലിൽ ഇതെല്ലാം അവയർനെസ് തന്നെ ഞങ്ങൾ ഒരുപാട് ചെയ്തു വരുന്നുണ്ട് ഇങ്ങനെ. തുടർന്ന് പിന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്കാണ് ഡ്രൈനസ്, മൊബൈൽ കൂടുതലായിട്ട് വന്നപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വന്നപ്പോഴും എല്ലാത്തിനും വിശദമായിട്ടുള്ള, അതായത് ഡീറ്റെയിൽ ചെക്കപ്പ് ചെയ്യുന്നതിനുള്ള ആധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കിയ ഒരു ഹോസ്പിറ്റലാണ് ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ പുനലൂർ. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക്, നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് മൊബൈലിലാണല്ലോ ഇപ്പം നമുക്ക് വിദ്യാഭ്യാസം തന്നെ മൊബൈലിലേക്ക് മാറിയപ്പോൾ കുഞ്ഞുങ്ങളുടെ കണ്ണിനെയെല്ലാം ഇത് ബാധിച്ചു കഴിഞ്ഞു. അവർക്ക് വേണ്ടി പീഡിയാട്രിക് ഒപ്താൽമോളജി, അതിന് ഡോക്ടർ ഔൺഷി എന്ന് പറയുന്ന മാഡം, അതിന് പീഡിയാട്രിക് ഒപ്താൽമോളജി വീക്കിലി ഒന്നുണ്ട്. പിന്നെ തിമിര ശസ്ത്രക്രിയയിൽ എല്ലാ സർജറിയും തന്നെ നമ്മൾ കീഹോൾ തന്നെയാണ് ചെയ്യുന്നത്. അതിന് വിദഗ്ധനായ ഡോക്ടറാണ് ഡോക്ടർ ചന്ദ്രമൗലി. പിന്നെ അതുകൊണ്ടൊക്കെ ലേസർ നമുക്ക് റെറ്റിനോപ്പതി ഉണ്ടെങ്കിൽ അതിന് ലേസർ ചെയ്താണ്ടായിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും കുറേ മെഷീൻസ്, കമ്പറി ഫീഡ് അനലൈസറിന്, OCT മെഷീൻസ്, പിന്നെ ഈ നമ്മൾ പറഞ്ഞല്ലോ ചെറിയ കുഞ്ഞുങ്ങളുടെ കണ്ണിനെ പരിശോധിക്കുന്നവരെ നമുക്കിപ്പോൾ കണ്ണിന് ഡ്രൈനസ് ഉണ്ടെങ്കിൽ അതിനുള്ള എക്സസൈസ് ചെയ്യുന്ന മെഷീൻ വരെയും നമ്മളവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അത്യാധുനിക സജ്ജീകരണങ്ങളോടെ ഏറ്റവും പാവങ്ങൾ മുതൽ മകളിലോട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ചികിത്സ നൽകുന്ന ഉദ്യമവും അതിൻ്റെ പ്രാർത്ഥനയും നന്മയുമാണ് ഇന്ന് ഈ സ്ഥാപനം ഇവിടെ എത്താൻ 4ാമതൊരു സ്ഥാപനം കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞത്. 40 വർഷമായപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾ 4ാമത്തൊരു സ്ഥാപനം. ചിലർ 1 വർഷമാകുമ്പോഴേ, അങ്ങനെയല്ല. ഏറ്റവും പെർഫെക്റ്റ്നെസ് നോക്കുന്ന ഡോക്ടർ ശങ്കർ ഒരെണ്ണം ഉറപ്പിച്ച് എല്ലാ സജ്ജീകരണവും ഒരുക്കിയതിന് ശേഷമാണ് നമ്മൾ ബ്രാഞ്ചുകളിലേക്ക് പോയത്. ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.